ഞാനിപ്പോൾ ടസ്ക്കി ഭക്ഷണം കൊടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് ഇവിടുന്ന് പൂച്ചേൻ്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ പൂച്ച നമ്മളെ ഒരു വെള്ള ടാങ്ക് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വീണതാണ്. വെള്ള ടാങ്കല്ല, വേസ്റ്റ് വെള്ളത്തിൻ്റെ ടാങ്ക്, അതിൻ്റെ ഉള്ളിൽ വീണതാണ്. അപ്പോൾ അതിനെ ഒന്ന് രക്ഷിക്കുന്ന പരിപാടിയാണ്. നോക്കട്ടെ എന്താ സ്ഥിതി നോക്കട്ടെ. ചാടിയുടെ ഇരിക്കും. പൂച്ചയെ കാണാനൊരു കുഴപ്പമില്ലല്ലോ, എന്താ ചെയ്യാ? ലൈറ്റ് ഒന്ന് കുറച്ചടിച്ച് നോക്കിയാലോ. കാണാനൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലാണ് പൂച്ച ഉള്ളത്. എന്തായാലും ഇത് കുറച്ച് പ്രയാസമാണ്, ഇത് നീക്കൽ. കയ്യുമലൊക്കെ പോകും മിക്കവാറും. എന്തായാലും ഒരു ജീവിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. ടാങ്ക് ഞാൻ തുറന്നു. ലൈറ്റ് ഉണ്ട് വെച്ചാ നോക്കട്ടെ, പൂച്ച എവിടെയാണ് ഉള്ളത് നോക്കട്ടെ. പൂച്ച പക്ഷേ വെള്ളത്തിൽ വീണിട്ടില്ല, ഈ പൈപ്പിൻ്റെ ഉള്ളിലാണ് പുള്ളിക്കാരായിട്ടുള്ളത്. അപ്പം എങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഈ വെള്ളത്തിൽ കീഞ്ഞിട്ട് രക്ഷിക്കൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ രക്ഷിക്കും, നോക്കാം. സംഭവം പൂച്ച പൈപ്പിൻ്റെ ഉള്ളിലല്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ മൂലയിലതാ ചെറിയ കുട്ടിയാണ്. അതിനിപ്പോൾ രക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രയാസമായി മാറും. അപ്പോൾ അത് രക്ഷിക്കൽ തന്നെയേ നിവർത്തിയുള്ളൂ. അല്ലെങ്കിൽ അത് ചത്തുപോവും നാളേക്ക്. അപ്പോൾ അതിനെ രക്ഷിക്കണം. വെയിറ്റ്. പാവം കുട്ടിയാണ്, എങ്ങനെ രക്ഷിക്കും എന്നുള്ളതാണ് പ്രയാസം. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. എന്തായാലും അതിനെ രക്ഷിച്ചല്ലേ മതിയാവും. അതിൻ്റെ അമ്മയാന്ന് തോന്നുന്നു, മേളിൽ നിന്ന് കരയുന്നുണ്ട്. പടച്ചോൻ പിന്നെ എനിക്ക് ബുദ്ധി തന്നതിനെ കൊണ്ട് ഞാനതിനെ രക്ഷിച്ചിട്ടേ അടങ്ങും. അത് വേറെ വിഷയം. പടന്നെ ഇറക്കി നോക്കാം, അല്ലാണ്ടിപ്പോൾ നിവൃത്തിയില്ല. അച്ഛാ ലൈറ്റ് ഇങ്ങോട്ടും ഉണ്ടാ. ഒടുവിൽ ഞാൻ അവനെ പടന്നേം കയറ്റിക്ക്, ചാടിപ്പോയാൽ പോയി. രക്ഷയില്ല. നോക്കുക, താങ്ങി ഞാൻ കൊടുത്തു. അവനിപ്പോൾ മേളിലെത്തിക്ക്. ഇനിയിപ്പോൾ അവൻ താഴോട്ട് വിടുകയിലേക്കും. അയ്യോ, ഈ രാത്രി ഇങ്ങനെയൊരു നല്ല കർമ്മം ചെയ്തു. ഈ സ്ലേവ് അങ്ങോട്ട് നീക്കി വെച്ച് അടക്കട്ടെ. ഞാൻ വിചാരിച്ചിനും ഇറങ്ങേണ്ടി വരുന്നു, പക്ഷേ ഇറങ്ങേണ്ടി വന്നില്ല. ഉണ്ടാ, അത് പോട്ടെ. പോട് ഇതാ അവനെ നമ്മൾ രക്ഷിച്ചെടുത്തു. നന്ദി വാക്കൊന്നും പറയാൻ നേരല്ല, പുള്ളിക്കാരനതാ പോകുന്ന. ചെറിയ കുട്ടിയപ്പാ, എങ്ങനെയോ വീണതാ. ഞാനെങ്കിൽ ടസമോക്ക് ഭക്ഷണം കൊടുക്കാൻ പോയപ്പോൾ വല്ലാണ്ട് കരയുന്നത് കണ്ട്. ഓട്, ഇതിനെ കൊണ്ടുപോയിട്ട് പുറത്തെവിടെയും കൊണ്ടുവച്ചേ. നമ്മുടെ കുറച്ച് നേരത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരനെ മുകളിലെത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് പോകുന്നില്ല. നന്ദിയൊന്നും പറയണ്ട, ഇറങ്ങിപ്പോ, പോയിക്കോന്ന്. ചെറിയ കുഞ്ഞാവേ പോ. പോടറാ, വിട്ടോ. പോട്. അപ്പോ നനഞ്ഞു പോയിക്കടേ. അത് എന്താ
നമ്മുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ചെങ്ങായി മുകളിൽ കയറി. ഇതാ ഇതാ കണ്ടാ, നമ്മൾ ചെറുതല്ലേന്ന് വിചാരിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജീവൻ പോവില്ലേ. കണ്ടാ പാവം. ഓ, ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ പൂച്ച. പക്ഷെ ജീവൻ നഷ്ടപ്പെടുന്നറിഞ്ഞ് നമുക്ക് സഹിക്കില്ലല്ലോ.